all, welcome to CC Bank. ഞാൻ മേഘ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ CSEBയുടെ എക്സാമിന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോപ്പറേറ്റീവ് ലോയിൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ക്വാറം എന്ന് പറയുന്നത്, അല്ലേ? ക്വാറം ഫോർ ഡിഫറെൻറ്റ് മീറ്റിംഗ്സ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ എക്സാം ഓറിയന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ പോകുന്നത്. സോ ഇന്ന് നമുക്ക് നോക്കാം quorum for different meetings. So quorum required for different meetings. ഒന്ന് ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ജനറൽ ബോഡി മീറ്റിംഗിന്റെ ക്വാറം എങ്ങനെയായിരിക്കണം? യെസ്, എന്താണോ ആ സംഘത്തിന്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം. ആസ് ഫിക്സഡ് ഇൻ ദ ബൈലോ. ജനറൽ ബോഡി മീറ്റിംഗിന്റെ എന്താണ്? ആസ് ഫിക്സഡ് ഇൻ ദ ബൈലോ. അടുത്ത നോക്കാം, മാനേജിംഗ് കമ്മിറ്റി ഓഫ് എനി സൊസൈറ്റി. ഏതൊരു സംഘത്തിന്റെയും ഭരണസമിതിക്ക് വേണ്ട ക്വാറം എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ജസ്റ്റ് എബവ് 50% ആണ്. 50% തൊട്ടുമുകളിൽ. അതിന്റെ പറയുന്ന സെക്ഷൻസ് അതുപോലെ റൂൾസ് ഒക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് എബവ് 50% ആണ് ഏതൊരു സംഘത്തിന്റെയും മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ട ക്വാറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, സ്പെഷ്യൽ ജനറൽ ബോഡി കോൾഡ് ബൈ രജിസ്ട്രാർ. രജിസ്ട്രാർ വിളിച്ചു ചേർക്കുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി, അതിനെന്താണ്? അതിന് ക്വാറം എത്രയാ? അതിന് ക്വാറം വേണ്ട, നോ ക്വാറം ആണ്. പ്രത്യേകം നോട്ട് ചെയ്തോളൂ, നോ ക്വാറം ഫോർ ജനറൽ ബോഡി മീറ്റിംഗ്, ദാറ്റ് ഈസ് സ്പെഷ്യൽ ജനറൽ ബോഡി കോൾഡ് ബൈ രജിസ്ട്രാർ, നോ ക്വാറം റിക്വയർഡ്. നെക്സ്റ്റ്, മാനേജിംഗ് കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ക്വാറം എത്രയാ? 8 ആണ് കേട്ടോ. എത്രയാണ്? 8. നോക്കുക, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ 8. അടുത്ത നമ്മൾ പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണേ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ക്വാറം എത്രയാണ്? യെസ്, 12. ഇത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്യുക. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 8ഉം പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 12ഉമാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 12ഉമാണ്. ഇനി ജനറൽ ബോഡി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ 20 or 1/4 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ആണ് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ജനറൽ ബോഡിയുടെ ക്വാറം എന്ന് പറയുന്നത്, SCUന്റെ ജനറൽ ബോഡിയുടെ ക്വാറം എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ എത്രയാണ്? ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4, 4/1. അടുത്തത്, നോ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് 1/2 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റി. അപ്പോൾ അവിശ്വാസ പ്രമേയം, പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരായിട്ട് നടക്കുന്ന അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷന് വേണ്ട ക്വാറം എന്ന് പറയുന്നത് ടോട്ടൽ മെമ്പേഴ്സിന്റെ, ടോട്ടൽ കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഹാഫ് അല്ലെങ്കിൽ 1/2 ആണ് ക്വാറം വേണ്ടത്. അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാറംസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമ്മൾ CSEBയുടെ എക്സാമിന് വേണ്ടി, നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മെയ് 10 വരെയാണ്. അപ്പോൾ ഇപ്പോഴും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പല ടെക്നിക്കൽ ഇഷ്യൂസും കാരണം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മെയ് 10 വരെയാണ് ഡേറ്റ്, വേഗം അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതൊരു സുവർണ അവസരമാണ്. അപ്പോൾ ഇപ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടിയിട്ടുള്ളത് കൊണ്ടും കോമ്പറ്റീഷൻ കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ CSEBയുടെ എക്സാം പാറ്റേണിലൊക്കെ കൃത്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കണ്ട് പരിചയം ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ 45 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് CCയിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് എക്സാം ആണ്. CSEBയുടെ എക്സാം ഓറിയന്റ് ചെയ്തുകൊണ്ടുള്ള വളരെ എന്താ പറയുക, എക്സാം ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഈ ഒരു 45 ഡേയ്സിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അങ്ങനെ ആയിരിക്കും. എക്സാമിന് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, പിന്നെ മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, GK ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു അവസരം കളയരുത്. അടുത്ത എക്സാം എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഈ പരീക്ഷ തന്നെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കോളൂ. CC നിങ്ങളോടൊപ്പമുണ്ട്. സോ താങ്ക് യു.